ലാൽ സലാം പ്രിയ സഖാക്കളെ, വിപ്ലവ അഭിവാദ്യങ്ങൾ. നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവചനങ്ങളും എക്സിറ്റ് പോളുമൊക്കെ കഴിഞ്ഞ് യഥാർത്ഥ റിസൾട്ട് പുറത്തു വന്നു. ഇടതുപക്ഷത്തിൻ്റെ തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നു, UDFൻ്റെ വിജയവും ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും എത്രത്തോളം വേണമെങ്കിലും ഞങ്ങളെ പരിഹസിക്കാം, വിമർശിക്കാം, കളിയാക്കാം. അതൊക്കെ രാഷ്ട്രീയപരമായിട്ട് എടുക്കാനുള്ള ചിന്താഗതിയും മാനസിക വലിപ്പവും ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതിനിടയിലും നിങ്ങൾ ചില രാഷ്ട്രീയ നെറികെട്ട പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. അത് തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല. മറ്റൊന്നുമല്ല, തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ വിജയം തന്നെയാണ്. നിങ്ങളിപ്പോഴും പ്രചരിപ്പിക്കുന്നത്, പച്ചക്കള്ളമായി അപവാദങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചത് പിണറായി വിജയനുമായിട്ട് ഒത്തുകളിച്ചിട്ടാണെന്നാണ്. എന്തിനാണ് നിങ്ങൾ ഈ പച്ച നുണ രാഷ്ട്രീയ നെറികേടായിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ തവണ TN പ്രതാപന് കിട്ടിയതിനേക്കാളും 87,000-ഓളം വോട്ടിൻ്റെ കുറവ് ഈ തവണത്തെ UDF സ്ഥാനാർത്ഥി K മുരളീധരനുണ്ട്. ആ വോട്ട് എങ്ങോട്ട് പോയി എന്ന് കണക്കാക്കിയിട്ട് കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ കോൺഗ്രസ് യൂദാസായ TN പ്രതാപനെതിരെ, രാഷ്ട്രീയ നെറികേട് കാണിച്ച ആ രാഷ്ട്രീയ യൂദാസിനെതിരെ ഒന്ന് വിമർശിക്കാനും അതിനെതിരെ ഒന്ന് പ്രതികരിക്കാനുമുള്ള ആർജവവും കൂടി നിങ്ങളുടെ വിജയത്തിൻ്റെ ആഹ്ലാദത്തിനിടയിൽ നിങ്ങളൊന്ന് ശ്രമിക്കുക. കാരണം നിങ്ങളെപ്പോലുള്ള പ്രവർത്തകരാണ് ഇതുപോലെയുള്ള നേതാക്കന്മാരെ നിലയ്ക്ക് നിർത്തേണ്ടത്. ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെച്ചും കാലുവാരിയും നിങ്ങൾ കളിക്കുന്ന ഈ നെറികെട്ട രാഷ്ട്രീയത്തിനിടയിൽ വളർന്നു വരുന്നത് BJP ആണ്, അക്കൗണ്ട് തുറക്കുന്നതും BJP ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിയമസഭയിൽ ഒരു താമരയ്ക്ക് അക്കൗണ്ട് തുറന്നതും കോൺഗ്രസിൻ്റെ നെറികെട്ട രാഷ്ട്രീയമായിരുന്നു. ഇപ്പോഴിതാ ലോക്സഭയിലേക്ക് തൃശ്ശൂരിൽ ഒരു അക്കൗണ്ട് തുറന്നിരിക്കുന്നു. അതും TM പ്രതാപൻ്റെയും അവിടുത്തെ കോൺഗ്രസിൻ്റെയും നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിക്കുകയും വിമർശിക്കുകയും ചെയ്യുക. എന്നാലേ ഈ നേതാക്കന്മാർ നന്നാകൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് രാഷ്ട്രീയ നെറികേട് നമ്മൾ കാണിച്ചാലും അതിനെ ന്യായീകരിക്കാൻ വിവരമില്ലാത്ത അണികൾ ഉള്ളിടത്തോളം കാലം ഇതുവരിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ 24 മണിക്കൂറും രാവിലെ നിന്ന് നിങ്ങളിങ്ങനെ പുലമ്പുന്നുണ്ടല്ലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 10 വർഷം നിങ്ങൾ കേന്ദ്രം ഭരിച്ചു. ആ സമയത്ത് 5 കൊല്ലം നിങ്ങൾ കേരളവും ഭരിച്ചു. എന്തേ ലാവ്ലിൻ്റെ കേസിൽ നിങ്ങൾ പിണറായി വിജയനെ പിടിച്ചങ്ങ് അകത്തിടാതിരുന്നത്? അപ്പോൾ നിങ്ങൾക്കും അറിയാം, കോൺഗ്രസിനും അറിയാം, UDFനും അറിയാം പിണറായി ലാവ്ലിൻ കേസിൽ പ്രതിയല്ല എന്ന്. പിന്നെ രാഷ്ട്രീയപരമായി മറ്റൊന്നും വിമർശിക്കാനില്ലാത്തത് കൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളിങ്ങനെ ലാവ്ലിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേരള ജനത മനസ്സിലാക്കിയതാണ്. പിന്നെ നിങ്ങളുടെ ഈ വിജയം കേരള സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണെന്ന് വരുത്തി തീർക്കാൻ നിങ്ങളൊരു ശ്രമം നടത്തുന്നുണ്ട്. 2019-ലും ഇതേ അവസ്ഥയായിരുന്നു UDFന്. അന്നും നിങ്ങൾ പറഞ്ഞു ഇത് കേരള സർക്കാരിനെതിരെയുള്ള, പിണറായി വിജയനെതിരെയുള്ള വിധിയെഴുത്താണെന്ന്. അല്ല എന്ന് അത് കഴിഞ്ഞിട്ടുള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും നിങ്ങൾക്ക് കാട്ടിത്തന്നതാണ്. ഇനിയും ത്രിതല പഞ്ചായത്ത് വരാനുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനുണ്ട്. ഇതിൻ്റെ ഉത്തരം അപ്പോൾ ഞങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ നന്നാവുക, നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ശ്രമിക്കുക. ചില ആൾക്കാർ പറയാറുണ്ട്, രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുമ്പോൾ ഞാൻ രാഷ്ട്രീയ പൊലയാട്ട് നടത്തുന്നു എന്ന്. ഇതുപോലെയുള്ള നെറികെട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ മറുപടി തരുന്നതിനെ രാഷ്ട്രീയ പൊലയാട്ട് എന്ന് പറഞ്ഞ് അതിനെ വില കുറച്ച് കാണരുത്. നിങ്ങൾ നിങ്ങളുടെ വിജയത്തിൻ്റെ തിളക്കവും ഇല്ലാതാക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു.